നമസ്കാരം. കാർഷിക പഞ്ചാംഗപ്രകാരം മലയാള മാസമായ മേടത്തിലെ ആദ്യ ദിവസമാണ് നാം മേടവിഷു അല്ലെങ്കിൽ മഹാവിഷുവായി ആഘോഷിക്കുന്നത്. കേരളം കൂടാതെ പല ദേശങ്ങളും ഈ ദിവസമോ ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ദിവസങ്ങളിലോ ഈ ആഘോഷാചാരങ്ങൾ നടത്തുന്നുണ്ട്. ഉദാഹരണത്തിന് ആസാമിലെ ബിഹു, പശ്ചിമ ബംഗാളിലെ പൊയില ബൈശാഖ്, ബീഹാറിലാണെങ്കിൽ ബൈഹാഗ്, പഞ്ചാബിൽ ബൈശാഖി, തമിഴ്നാട്ടിൽ പുത്താണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ വിഷു അവർ ആഘോഷിക്കുന്നത്. ഇനി വിഷു എന്ന വാക്ക് വിഷുവം എന്ന പദത്തിൽ നിന്നാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് തുല്യമായത് എന്നാണ്. അതായത് രാവും പകലും തുല്യമായ ദിവസത്തെ വിഷു എന്ന് വിളിച്ചു തുടങ്ങി. മഹാവിഷു അല്ലെങ്കിൽ വിഷു എന്നറിയപ്പെടുന്ന നമ്മുടെ ഈ ആഘോഷത്തിന് പിന്നിൽ ഒട്ടേറെ ഐതിഹ്യങ്ങൾ നിലവിലുണ്ട്. അതിൽ ഒരു പുരാണ കഥ കേട്ടോളൂ. ഒരിക്കൽ 3 ലോകങ്ങളും നരകാസുരൻ്റെ ഉപദ്രവത്താൽ വലഞ്ഞു. എല്ലാവർക്കും ബുദ്ധിമുട്ട്. തുടർന്ന് ശ്രീകൃഷ്ണനും പത്നി സത്യഭാമയും ഗരുഡാരൂഢരായി നരകാസുരനുമായി യുദ്ധത്തിനെത്തി. യുദ്ധത്തിൽ മുരൻ, താമ്രൻ, അന്തരീക്ഷൻ, ശ്രവണൻ, വസുവിഭാസു, നപസ്വാൻ, അരുണൻ തുടങ്ങിയ അസുരന്മാരെയെല്ലാം വധിച്ച് ഒടുവിൽ നരകാസുരനെയും നിഗ്രഹിച്ചു. മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ നരകാസുരവധം നടത്തിയ ദിനമാണ് വിഷുവായി കൊണ്ടാടുന്നതെന്നാണ് ഒരു ഐതിഹ്യം. അതുപോലെ വിഷു, വിഷുഫലം ഇവ രണ്ടും തന്നെ കേരളീയർക്ക് ഒട്ടും ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത കാര്യങ്ങളാണ്. വിഷുവിൻ്റെ പ്രാധാന്യം നോക്കാം. വിഷുവിനോടനുബന്ധിച്ച് ആചാരപരമായി ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്നത് വിഷുക്കണിക്കാണ്. സൂര്യൻ മേടം രാശിയിലേക്ക് സംക്രമണം നടത്തുന്ന സൂര്യോദയത്തിലാണ് വിഷുക്കണി ദർശിക്കേണ്ടത്. ശുഭമുഹൂർത്തത്തിൽ വിഷുക്കണി ദർശിച്ചാൽ അടുത്ത വിഷു വരെ സർവൈശ്വര്യങ്ങളും സമൃദ്ധിയും അനുഭവിക്കാൻ സാധിക്കുമെന്നാണ് വിശ്വാസം. വിഷുമുഹൂർത്തത്തിൽ തന്നെ വിഷു കൈനീട്ടം സ്വീകരിക്കുന്നത് സമ്പത്ത് സമൃദ്ധി പ്രദാനം ചെയ്യുന്നതായി വിശ്വസിക്കുന്നു. എല്ലാ സമസ്ത ഐശ്വര്യങ്ങളും സമ്പത്തും ജീവിതത്തിൽ ചൊരിയുവാൻ വിഷു ആചരിക്കുന്നു. സൂര്യൻ ഒരു രാശി മാറി അടുത്ത രാശിയിലേക്ക് സഞ്ചരിക്കുന്നതിനെ സംക്രാന്തി എന്ന് പറയുന്നു. സംക്രാന്തികളിൽ ഏറ്റവും പ്രധാനമായവ മഹാവിഷുവം, അതായത് മേഷാദി എന്നാണ് പറയുന്നത്. കേരളത്തിൽ പ്രധാനമായും 2 വിഷുവാണ് വരുന്നത്. മേടത്തിൽ വരുന്ന മേടവിഷുവും തുലാമാസത്തിൽ വരുന്ന തുലാവിഷുവും. സൂര്യൻ മേടം രാശിയിൽ പ്രവേശിക്കുന്ന ദിവസം ഭൂമധ്യരേഖാ പ്രദേശത്ത് സൂര്യപ്രകാശം 180 ഡിഗ്രിയിൽ നേരെയാണ് പതിക്കുന്നത്. ഈ ദിവസം രാത്രിയുടെയും പകലിൻ്റെയും സമയദൈർഘ്യം ഒന്നായിരിക്കും, തുല്യമായിരിക്കും. അങ്ങനെ ഋഷിവര്യന്മാരും നമ്മുടെ പൂർവികരും യാതൊരു വിധത്തിലുള്ള സാങ്കേതിക ഉപകരണങ്ങളും ഇല്ലാതിരുന്ന കാലത്ത് സൂര്യൻ്റെ സംക്രാന്തിയും ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ പ്രത്യേകതകളും കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, മഴ തുടങ്ങിയവ വിശദമായി മനസ്സിലാക്കിയുള്ള അടുത്ത 1 വർഷക്കാലത്തെ പ്രവചനങ്ങൾ നടത്തിയിരുന്നു എന്നത് നമുക്ക് തികച്ചും അഭിമാനജനകമായ കാര്യമാണ്. യഥാർത്ഥത്തിൽ വിഷുവങ്ങളിൽ പ്രധാനമായ മഹാവിഷുവം അല്ലെങ്കിൽ വിഷു ഇപ്പോൾ 24 ദിവസങ്ങളോളം പിന്നിലാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ വൃത്താകൃതിയിൽ ചലിക്കുന്ന പ്രതിഭാസത്തിൻ്റെ വ്യത്യാസമാണ് ഇതിന് പിന്നിൽ. മുൻപ് മഹാവിഷുവം മേടമാസത്തിൽ കൃത്യമായി വന്നിരുന്നു. ഈ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ഈ വ്യത്യാസം കാരണം മഹാവിഷുവം ഇപ്പോൾ മീനരാശിയിലാണ് വരുന്നത്. പക്ഷേ നാം വിഷു ആചരിക്കുന്നത് മേടമാസത്തിൽ തന്നെ തുടരുന്നു. ഇതേപോലെ തുലാമാസത്തിലെ വിഷു ഇപ്പോൾ കന്നിരാശിയിലാണ് വരുന്നതെന്നാണ് വിദഗ്ധ മതം. ഇനി ജ്യോതിഷപരമായി ചിന്തിക്കുകയാണെങ്കിൽ വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലങ്ങൾ അടുത്ത വിഷു വരെയുള്ള 1 വർഷം അനുഭവിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതിനാൽ വിഷു ദിവസം ശുഭകരമായ കാര്യങ്ങൾ ചെയ്യുവാനോ തുടക്കം കുറിക്കുവാനോ ആളുകൾ ശ്രമിക്കുന്നു. പണ്ട് മുതലേ തന്നെ
കേരളത്തിൽ വിഷുഫലം പറയുന്ന പതിവുണ്ടായിരുന്നു. അടുത്ത ഒരു വർഷത്തെ ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ ഗണിച്ച് അതിനെ അടിസ്ഥാനമാക്കിയാണ് വിഷുവിന് ഫലം പറയുന്നത്. സൂര്യൻ്റെ മേടസംക്രമണം കണക്കാക്കി വിവിധ തരത്തിലുള്ള ഗണന ചിന്തകളിലൂടെയാണ് ജ്യോതിഷികൾ വിഷുഫലം പ്രവചിക്കുന്നത്. ഇങ്ങനെ പ്രവചിക്കുന്ന വിഷുഫലത്തിന് ഓരോ കേരളീയൻ്റെയും ജീവിതത്തിൽ ഉള്ള പ്രാധാന്യം പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നതല്ല. അടുത്ത ഒരു വർഷക്കാലത്തെ ജീവിത പ്രതീക്ഷകളും മോഹങ്ങളും ചിന്തകളും, അതായത് വിദ്യാഭ്യാസം, വിവാഹം, സന്താനങ്ങൾ, ഗൃഹനിർമ്മാണം, ജോലി, ബിസിനസ്, മറ്റു കാര്യങ്ങൾ, അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലുമുള്ള കാര്യങ്ങളെല്ലാം ഈ വിഷുഫലത്തെ അടിസ്ഥാനമായാണ് ഒരു ശരാശരി കേരളീയൻ ചിട്ടപ്പെടുത്തുന്നതും ശുഭാപ്തി വിശ്വാസം നേടുന്നതും. വിഷുഫലമാണ് അടുത്ത ഒരു വർഷം നിങ്ങളെ ജീവിത വിജയം നേടുവാൻ, നേട്ടങ്ങൾ കരസ്ഥമാക്കുവാനുമായി നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഷുഫലത്തിന് വളരെ വലിയ സ്വാധീനമാണ് ഉള്ളതെന്ന് പറയാം. ഇനി നിങ്ങളുടെ വിഷുഫലം എങ്ങനെയാണ് ജീവിതത്തിൽ പ്രതിഫലിക്കുന്നതെന്ന് നോക്കാം. പഴമക്കാർ പറയും, നല്ല മഴക്കാറുണ്ട്, ഇന്ന് മഴ പെയ്യും. കുറച്ച് കഴിഞ്ഞാകട്ടെ കാറ്റ് വരികയായി, മഴയൊട്ട് പെയ്യുന്നുമില്ല. അപ്പോൾ അവർ പറയും, കാറ്റ് വന്നു, മഴയെ കൊണ്ടുപോയി. അതായത് എവിടെ നിന്നോ ഇങ്ങോട്ട് മഴ കൊണ്ടുവന്നത് കാറ്റാണ്, ആ കാറ്റ് തന്നെ മഴ എങ്ങോട്ടോ കൊണ്ടുപോയി എന്ന്. ഇതുപോലെ തന്നെയാണ് വിഷുഫലത്തിൻ്റെ കാര്യവും. നല്ല മഴക്കാറുണ്ട്, മഴ പെയ്യും, എന്നാൽ കാറ്റ് അനുകൂലമാകണം. എന്താണ് ആ കാറ്റിനെ അനുകൂലമാക്കുന്ന കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് നമുക്ക് നമ്മുടെ സൽക്കർമ്മ ഫലങ്ങൾ, ഭാഗ്യം, ഐശ്വര്യ, സമ്പദ് സമൃദ്ധി ഇത്യാദികൾ യഥാസമയം അനുഭവിക്കുവാൻ സാധിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അതെല്ലാം അനുഭവിക്കുവാനുള്ള അർഹത കൈവരണമെങ്കിൽ ഈശ്വരാനുകൂലം ഉണ്ടാവണം. ഇനി ഈശ്വരാനുകൂലം അനുഭവിക്കണമെങ്കിലോ പിതൃദോഷങ്ങൾ, ഗ്രഹ രാശി നക്ഷത്ര ദോഷങ്ങൾ, കുടുംബ ധർമ്മ ദൈവങ്ങളുമായി ബന്ധപ്പെട്ട ദോഷങ്ങൾ, ഭൂമി ഗ്രഹദോഷങ്ങൾ എന്നിവ പാടുള്ളതല്ല. അപ്പോൾ ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും തന്നെ ബാധിക്കാതെ ശ്രദ്ധിച്ചു ജീവിക്കുന്നവർക്കാണ് തങ്ങൾക്ക് അർഹമായ എല്ലാ ഗുണബലാനുഭവങ്ങളും വിഷുഫലത്തിലൂടെ യഥാസമയത്തു തന്നെ കൈവരുന്നത്. അതുകൊണ്ട് വിഷുഫലം നമുക്ക് യഥാസമയം തന്നെ അനുഭവയോഗ്യമാകുവാനും അതുകൊണ്ട് ജീവിതത്തിൽ പ്രയോജനമുണ്ടാകുവാനുമായി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ വളരെ ജാഗ്രതയോടെയുള്ള കാര്യഫല സിദ്ധിപ്രാപ്ത മാർഗങ്ങളാൽ ആണ് നിങ്ങൾക്ക് പ്രവചിച്ചിട്ടുള്ള വിഷുഫലങ്ങൾ പ്രാപ്തമായി വരുന്നതെന്ന് പറയാം. നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഗ്രഹരാശി നക്ഷത്ര ദോഷങ്ങൾ, കുടുംബധർമ്മ ദൈവഗണങ്ങളുമായി ബന്ധപ്പെട്ട ദോഷങ്ങൾ, ഭൂമി ഗ്രഹദോഷങ്ങൾ എന്നിവ ഒരു ജ്യോതിഷിയെ സമീപിച്ച് കണ്ടുപിടിച്ച് വേണ്ടുന്നത് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അവയൊഴികെ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഈ കാര്യങ്ങൾ ചിട്ടയോടെ യഥാസമയത്ത്, അതായത് മേടമാസം കഴിയുന്നതിന് മുൻപ് തന്നെ ചെയ്ത് പൂർത്തിയാക്കുന്നവർക്ക് തങ്ങളുടെ വിഷുഫലത്തിലെ കാര്യങ്ങൾ അതേ പ്രകാരത്തിലൂടെ സിദ്ധിക്കുന്നത് സുനിശ്ചയം അനുഭവമതം. തങ്ങളുടെ ജന്മനക്ഷത്ര ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് ഏറ്റവും പുണ്യകരമായ പ്രവൃത്തികളിലൊന്നാണ്. ഓരോ ജന്മത്തിനും ഓരോ നക്ഷത്രങ്ങളുണ്ട്. ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോ ദേവതകളും. ആ ദേവതകളെ മനസ്സിലാക്കി അതാത് നക്ഷത്രങ്ങൾക്കുള്ള ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിച്ചാൽ ജീവിത വിജയവും ഐശ്വര്യവും നിശ്ചയമാണ്. ഓരോ നക്ഷത്രങ്ങൾക്കും ദോഷങ്ങൾ മാറി ഫലം പൂർണ്ണമായും ലഭിക്കുവാൻ ജന്മനക്ഷത്രത്തിനനുസരിച്ചുള്ള ക്ഷേത്രങ്ങൾ തന്നെ സന്ദർശിക്കേണ്ടതുണ്ട്. മൂലം നക്ഷത്രം. ജീവിതത്തിൽ വലിയ ആദർശങ്ങൾ വെച്ച് പുലർത്തുന്നവരാണ് മൂലനക്ഷത്രക്കാർ. നിയമങ്ങൾക്ക് വിധേയരായി ജീവിക്കുന്ന ഇവർ നല്ല നേതൃഗുണമുള്ളവർ കൂടിയാണ്. വിശ്വസിക്കുവാൻ കഴിയുന്ന ഇവർ വലിയ ഉദാരമതികളും ദയാലുക്കളുമായിരിക്കും. ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ:
1. ചൊവ്വ, വ്യാഴം, സൂര്യൻ എന്നീ ദശാകാലങ്ങളിൽ ഗണപതി പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. 2. രാശ്യാധിപൻ വ്യാഴമായതിനാൽ അശ്വതി, മകം, മൂലം നാളുകളിൽ മഹാവിഷ്ണു ക്ഷേത്രം നടത്തി യഥാശക്തി വഴിപാടുകൾ നടത്തുക. 3. മൂലവും വ്യാഴാഴ്ചയും ചേരുന്ന ദിവസം വ്രതമനുഷ്ഠിച്ച് മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. കൂടാതെ പാൽപ്പായസം, തുളസിമാല എന്നിവ സമർപ്പിക്കുക. സാധ്യമാവുന്ന വ്യാഴാഴ്ചകൾ തോറും ഭാഗ്യസൂക്ത അർച്ചന നടത്തുക. 4. ശാസ്താവിന് നെയ്യഭിഷേകം, എള്ളുതിരി എന്നീ വഴിപാടുകൾ നടത്തുക. 5. ശിവന് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുക. 6. തമിഴ്നാട്ടിലെ തിരുവള്ളുവർ ജില്ലയിലെ സിംഗീശ്വർ ക്ഷേത്രമാണ് മൂലം നക്ഷത്രക്കാരുടെ ജന്മനക്ഷത്ര ക്ഷേത്രം. വീണമീട്ടി ശിവനെ ആരാധിക്കുന്ന ആഞ്ജനേയനെ ഇവിടെ കാണുവാൻ സാധിക്കും. നിങ്ങൾ സംഗീതത്തിൽ താല്പര്യമുള്ളവരാണെങ്കിൽ ഇവിടം സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നത് അഭികാമ്യം. സാധ്യമായ വഴിപാടുകൾ നടത്തുക. ഇവിടം സന്ദർശിക്കുവാൻ സാധിക്കാത്തവർ കേരളത്തിലെ പ്രസിദ്ധമായ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം സന്ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ നടത്തുക. കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ ശിവനാണ് മുഖ്യപ്രതിഷ്ഠയെങ്കിലും ബാലഗണപതിയുടെ പേരിലാണ് ക്ഷേത്രം അറിയപ്പെടുന്നത്. ഇവിടെ നിർദ്ദേശിച്ചതെല്ലാം ചെയ്യുക വഴി എല്ലാ ദോഷഫലങ്ങളെയും ഇല്ലാതാക്കി ഈ വർഷത്തെ വിഷുഫലങ്ങളെല്ലാം തന്നെ നേടുവാൻ നിങ്ങളെ സഹായിക്കുന്നു. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാന ലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ, കർമ്മ, ഗ്രഹ, രാശി, നക്ഷത്ര ദോഷ നിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.